ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന ടു സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അനു ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ ആയിട്ടിരിക്കുകയാണ്. കാരണം അലോക് പറഞ്ഞ ഭീഷണിയൊക്കെ അനു ആ സമയത്ത് തള്ളിക്കളഞ്ഞെങ്കിലും അലോക് പറഞ്ഞ അവസാനത്തെ ഡയലോഗ്, അതായത് ഇപ്പൊ ഈ ഫോട്ടോസ് എല്ലാം തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ വീടിന് ചുറ്റും, അതുപോലെ തന്നെ നിന്റെ ദൈവമംഗലത്തിന്റെ വീടിന് ചുറ്റും, അതുപോലെ തന്നെ നാട്ടുകാരുടെ മുൻപിലൊക്കെ ഞാൻ ഫ്ലെക്സ് അടിച്ച് പ്രദർശിപ്പിക്കും, നോട്ടീസ് ബോർഡ് പോലെ നോട്ടീസ് അടിച്ച് പ്രദർശിപ്പിക്കും, നിന്നെ നാണം കെടുത്തും, ഇതിലൂടെ നീ മാത്രമല്ല നിന്റെ വീട്ടുകാരും നാണം കെടും എന്നൊക്കെ പറയുന്ന അലോക് ആ ഒരു ഡയലോഗ് പറയുമ്പോൾ അനു അതിന് ടെൻഷൻ അടിച്ചു പോവാണ്. അനു മനസ്സിൽ വിചാരിക്കേണ്ടത്, ഇല്ല ഇനി ഞാനിത് വീട്ടുകാർക്ക് പറയാതിരുന്നാൽ ശരിയാവില്ല. മുമ്പ് പല കാര്യങ്ങളും വീട്ടുകാർക്ക് പറയാതിരുന്നോണ്ടാണ് എനിക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ദുരന്തം വന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് എന്തായാലും ഈ സത്യങ്ങളൊക്കെ പറഞ്ഞേ പറ്റൂ എന്ന് അനു തീരുമാനിച്ചിട്ട് സത്യങ്ങളൊക്കെ അനു വീട്ടിലുള്ളവർക്ക് എല്ലാം പറയാൻ വേണ്ടി പോകുമ്പോഴാണ് വീട്ടുകാർ അനുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സർപ്രൈസ് കാണുന്നത്. കാരണം എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ മേടിച്ച് അനുവിനെ സന്തോഷിപ്പിച്ച് അനുവിന്റെ മുമ്പിൽ ഡാൻസ് ആയി കളിച്ച് പാട്ടൊക്കെ പാടി ആഘോഷമാക്കാട്ടോ. ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടാതെ മാറി നിൽക്കുന്ന സുകന്യ അമ്മായി അവിടെ തന്നെയുണ്ട്. ശേഷം സുകന്യനെ രാത്രി ആകുമ്പോഴേക്കും അലോക് വിളിക്കാണ്. ഹലോ ചേച്ചി, സുകന്യേച്ചി, എന്താ ഇവിടുത്തെ കാര്യങ്ങൾ? അനു പേടിച്ച് വിറച്ചല്ലോ അല്ലെ? ഉണ്ട്, അവള് പേടിച്ച് വിറച്ചൊന്നുമില്ലടാ, അവളെ ഇവിടെ ആഘോഷ തിമിർപ്പിലാണ്. അപ്പൊ അതൊന്നും ഏറ്റില്ല അവൾക്ക്. എന്ത് പറയാനായിട്ടാണ്? അവള് ആ കാര്യങ്ങൾ കേട്ട് അങ്ങനെ മിണ്ടാതിരുന്നുള്ളൂ, ശരിയാണ്. പിന്നെ നോക്കിയപ്പോ അവളുടെ ഏട്ടന്മാരും ഏട്ടത്തിമാരൊക്കെ ചേർന്ന് ഗോൾഡായിട്ടും ഡ്രസ്സായിട്ടും പുസ്തകമായിട്ടൊക്കെ സമ്മാനങ്ങളുടെ പെരുമഴയായിരുന്നില്ലേ? അതില് അനുമോൾ ഫ്ലാറ്റ്. അല്ലെങ്കിലും ഈ കാര്യങ്ങളൊന്നും അവൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ആ ജീവൻ അവൻ കുറച്ച് തലയിലെ ആൾതാമസമുള്ളവനാണ്. ഈ ഫോട്ടോസൊക്കെ ഇപ്പൊ ജനറേറ്റഡ് ആണ്, ആർക്കാണ് അറിയാൻ പറ്റാത്തത്. എന്റെ സുകന്യേച്ചി, ഇത് പക്ഷെ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പിന്നെ ഞാനും മനുവും തമ്മിൽ ഒരു അഫെയർ ഉണ്ടായതല്ലേ? ഞങ്ങളെ പലപ്പോഴും റോഡിന്റെ പല സ്ഥലത്ത് ചുറ്റും ഞങ്ങളുടെ നാട്ടുകാർ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസ് കണ്ട നാട്ടുകാര് ആ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടും. ആ അലോകിനെയും ആ കൃഷ്ണമംഗലം ബാലിന്റെ മകളെയും ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു, അവർ ബൈക്കിൽ പോകുന്നത് കണ്ടിരുന്നു, അവരവിടെ മൂലക്ക് നിന്ന് സംസാരിക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞ് നാട്ടുകാർ തന്നെ ഇത് റെഡിയാക്കി എടുത്തോളും. അവര് തന്നെ പറയും ഇത് ഫോട്ടോസ് ഒക്കെ ഒറിജിനൽ തന്നെയാണെന്ന്. പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ ഇങ്ങനത്തെ വാർത്തയൊക്കെ പറയാം ഭയങ്കര മിടുക്കരാണല്ലോ. അത് നീ പറഞ്ഞ ശരിയാണ്. എങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തോ. ദേ ചേച്ചി എന്റെ കൂടെ തന്നെ വേണം കേട്ടോ, ഞാൻ നിന്റെ കൂടെ തന്നെ ഇടാം. അല്ലെങ്കിലും ഇവരുടെയൊക്കെ സന്തോഷം കാണുമ്പോ എനിക്ക് അങ്ങനെ ദേഷ്യം വരാ. ഒരു അനിയത്തിപ്രാവ് കളി എല്ലാരും കൂടി കളിക്കണത് എനിക്ക് മനസ്സിലായി ചേച്ചി. അവിടെ എന്തായിരിക്കും ഇവിടെ ആഘോഷമെന്ന്. എന്തായാലും ആ ആഘോഷത്തിന് അധികം ആയിച്ചില്ല. ചേച്ചി നോക്കിക്കോ, നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഈ ഫോട്ടോസ് എല്ലാം തന്നെ വൈറലാവാൻ വേണ്ടി പോവാണ്. അനുമോളുടെ കുലിസിത പ്രവർത്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലോക് പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം അനു ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് കേട്ടോ. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതാണെങ്കിൽ വീട്ടുകാർക്ക് പറയാനും പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകോ? പക്ഷെ പറയാതെ ഇരിക്കാനും പറ്റില്ല എന്ന് വിചാരിക്കുകയാണ് അനു. അങ്ങനെ അനു വീട്ടുകാർക്ക് പറയാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് തന്നെ അലോക് വേറൊരു പണി ഒപ്പിക്കുകയാണ്. അലോക് നമ്മുടെ സുകന്യയുടെ പറയുന്നുണ്ട്, അതെ ചേച്ചി, എന്തിനാടാ നീ പിന്നെ എന്നെ വിളിക്കണത്? അതെ, ആദ്യം മറ്റവന്റെ ഫോൺ നമ്പർ ഒന്ന് തപ്പിത്തരാൻ പറ്റോ? ഏതവന്റെ? ആ ജീവന്റെ. ഓ, അവന്റെ നമ്പർ ആ അനുവിന്റെ ഫോണിൽ ഉണ്ടാവുമായിരിക്കും. അല്ല, അവളുടെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ചേച്ചി ആ നമ്പർ ഒന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരാണെങ്കിൽ ആദ്യം അവന് തന്നെ ഈ ഫോട്ടോസ് അയച്ചു കൊടുക്കാം. എടാ, ആ ഫോണിൽ ഞാൻ എങ്ങനെയാ നമ്പർ എടുക്കുക ചേച്ചി? അതെങ്ങനെയെങ്കിലൊക്കെ ചേച്ചി നമ്പർ എടുത്ത് താ ചേച്ചി, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയാണ്. കുറച്ച് വീഡിയോസും കൂടി ഉണ്ട്, അത് അവനെ നേരിട്ട് കാണിക്കണമല്ലോ. കാരണം അത് നോട്ടീസ് വഴി പ്രദർശിപ്പിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ ഒരു കാര്യം നോക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്, ഞാൻ നോക്കാം എന്നൊക്കെ സുകന്യ പറയാണ്. ശേഷം അനുവിന്റെ അടുത്തേക്ക് സുകന്യ പോകുന്നുണ്ട്. അനുമോളെ, എന്റെ ഫോണിൽ പെട്ടെന്ന് ഒരു കംപ്ലൈന്റ്, നിന്റെ ഫോൺ ഒന്ന് തരാവോ? എനിക്ക് വീട്ടിലേക്കൊന്ന് കോള് ചെയ്യാനാണ്. നിന്റെ വിവാഹകാര്യം വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ല ഞാൻ. അയ്യോ, അത് പിന്നെ എന്താ, ഫോൺ തരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇന്ന ഫോൺ എന്ന് പറഞ്ഞ് കൊടുക്കണം. ആ സമയത്ത് തന്നെയാണ് ജീവൻ ഫോൺ വിളിക്കുന്നത് കേട്ടോ. ആഹാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ സുകന്യ ഫോൺ എടുത്തിട്ട് ആ ജീവന്റെ മൊബൈൽ കോള് വരുന്ന ആ നമ്പർ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കാട്ടോ. എന്നിട്ട് നിന്റെ ആള് വിളിക്കുന്നുണ്ടല്ലോ, ഇനി ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ലേ? ഇന്ന ഫോൺ നീ സംസാരിച്ചോ? അല്ല, അപ്പൊ അമ്മായിക്ക് സംസാരിക്കണ്ടേ? വേണ്ട, നീ സംസാരിച്ചോ, ഞാൻ പിന്നെ സംസാരിച്ചോളാം. കിട്ടേണ്ടത് കിട്ടിയല്ലോ എന്ന് സുകന്യ പറയാണ്. എന്ത്? അല്ല, നിനക്ക് കോള് വിളിക്കാനുള്ള അവസരമല്ലേ, സംസാരിച്ചോ. കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ, സംസാരിച്ചോ എന്നിട്ട് സുകന്യ അവിടെ നിന്ന് പോവാണ്. സുകന്യക്ക് സന്തോഷം, എന്തായാലും നമ്പർ കിട്ടിയല്ലോ. സുകന്യ വേഗം തന്നെ റൂമിലേക്ക് പോവാണ്. എടാ അലോകിന് ആ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. എടാ അലോകെ, ദേ ആ പയ്യന്റെ നമ്പർ ഞാൻ നിന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, നീ എന്താ ചെയ്തോ? പിന്നെ ഒരിക്കലും ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് അറിയരുത് എന്റെ സുകന്യേച്ചി. അങ്ങനെ ഞാൻ ഒറ്റിക്കൊടുക്കോ ചേച്ചീന? എന്നാ ശരി, നീ തുടങ്ങേണ്ടത് എന്താ ചെയ്തോ എന്ന് സുകന്യ പറയാണ്. അലോകിന് സന്തോഷാവുന്നുണ്ട്. അപ്പൊ തന്നെ അലോക് ആ നമ്പർ സേവ് ചെയ്ത് വെക്കാണ്.
അതിനുശേഷമാണെങ്കിൽ അലോക് എന്താ ചെയ്യാച്ച ആ നമ്പറിൽ ജീവന്റെ മൊബൈലിലേക്ക് കോൾ വിളിക്കുകയാണ്. അത് അലോകിന്റെ ഫോണിൽ നിന്നല്ല, കൂട്ടുകാരന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ഹലോ, ഹലോ, ആരാ എന്ന് ജീവൻ ചോദിക്കുമ്പോ, ആ ഞാനൊരു വെറും ഒരു വഴിപോക്കനാണ്, നിങ്ങളുടെ ഒരു വെൽവിഷറാണെന്ന് കരുതിക്കോളൂ. ഓഹോ, എന്താണ് അവ വിളിച്ചത്? അല്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കൂ എന്ന് ജീവൻ പറയാണ്. ഇത് കേൾക്കണ അലോക് ഓ ജാട തെണ്ടി എന്നൊക്കെ വിചാരിക്കുകയാണ്. ഹലോ, എന്താ ഒന്നും പറയാത്തത്? അതെ, ഞാൻ നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞു. അതെ അതെ, ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിക്കുമ്പോഴേക്കും ഇതുപോലത്തെ കുറെ ആൾക്കാരൊക്കെ വിളിക്കുമല്ലോ. പറ, എന്താ നിങ്ങക്ക് പറയാനുള്ളത് എന്ന് ജീവൻ ചോദിക്കുകയാണ്. അത് കേട്ട് അലോക് പറയണ്ട്, അല്ല നിങ്ങളെ വിവാഹം കഴിക്കാൻ പോണത് ആ ഗോമതി സ്റ്റോഴ്സിലെ ബാലന്റെ മകൾ അനുവിനെയല്ലേ? അതെ, ആ ഭാഗ്യവാൻ ഞാൻ തന്നെയാണ്. അനുവിനെ വിവാഹം കഴിക്കാൻ പോണ്. അയ്യോ, അനുവേ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല പെൺകുട്ടിയെന്നല്ല കേട്ടോ. കാണുമ്പോ അവൾ നല്ല ശാലീന സൗന്ദര്യവും നല്ല അടക്കവും ഒതുക്കവും ഉള്ള പെണ്ണാണെന്ന് തോന്നും. പക്ഷെ അവൾ അങ്ങനെയൊന്നും അല്ല, അവൾക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു. ഓഹോ, എന്നിട്ട് എന്നെ ജീവൻ ചോദിക്കുമ്പോ, ഒന്നും പറയണ്ട, ഒരു 3 വർഷമായിട്ടുള്ള അഫെയർ ആയിരുന്നു. അവന്റെ കൂടെ പെണ്ണ് പോകാത്ത സ്ഥലം ഒന്നുമില്ല. പാർക്ക്, ബീച്ച്, പിന്നെ നിങ്ങളുടെ തായോട് പറയാലോ, ഹോട്ടൽ റൂമിൽ വരെ പോയിട്ടുണ്ട്. ആണല്ലേ? പിന്നെ അതിന്റെ ഫോട്ടോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ പോയോ? എന്തിന്? അല്ല, ഫോട്ടോസും വീഡിയോസും ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ. എടോ, വിവാഹം മുടക്കാനാണെങ്കിൽ താൻ പോയി പേരെ പണി നോക്കണോ എന്ന് പറഞ്ഞിട്ട് ജീവൻ ഫോൺ വെക്കണം. അലോകാണെങ്കിലോ അത് സക്സസ് ആയില്ല, പ്ലാൻ പാളിപ്പോയല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അലോകം. അതേസമയം ജീവൻ ഒരു സംശയം, ഇതിന്റെ പിന്നിൽ അനുസ്നേഹിച്ച അവൻ തന്നെയായിരിക്കും അന്ന് പറഞ്ഞ ആ ഫ്രോഡ് പയ്യൻ. എന്തായാലും ഇവൻ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇവനെ പോലുള്ളവരാ പാവപ്പെട്ട പെമ്പിളയുടെ ജീവിതം നശിപ്പിക്കുന്നത്. ഇവന്മാര് കാണോ കുറെ പെണ്ണുങ്ങൾ ജീവൻ എടുക്കുന്നത്. അതുകൊണ്ട് ഇവൻ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഇതെന്തായാലും അറിയിക്കേണ്ടവരെ അറിയിച്ചേ പറ്റൂ എന്ന് ജീവൻ വിചാരിക്കുകയാണ്. ശേഷം ജീവനാണെങ്കിൽ ഈ കാര്യം നമ്മുടെ ഏടത്തിമാർക്ക് പറയാനാണ് തീരുമാനിക്കുന്നത്. കാരണം നമ്മുടെ അനുവിന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടും അനുവിന്റെ കൂടെ നിൽക്കുന്നതും നമ്മുടെ ഏടത്തിമാരാണല്ലോ. അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ അടുത്തും മിത്രയുടെ തന്നെയായിരിക്കും, നമ്മുടെ ദേവിയുടെ തന്നെയായിരിക്കും ജീവൻ ഈ കാര്യം ആദ്യം പറയാൻ പോകുന്നത്. കാരണം അനുവിനോട് പറഞ്ഞ അനുക്ക് വിഷമമായാലോ, അനുക്ക് ടെൻഷനായിട്ട് അനു ചിലപ്പോ എന്തൊക്കെ പറയുന്നത്, ചെറിയൊരു പെൺകുട്ടിയല്ലേ, മനസ്സ് വേദനിച്ച് എന്തെങ്കിലുമൊക്കെ കടുങ്കയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏടത്തിമാർത്താണ് നമ്മുടെ ജീവൻ ഈ കാര്യം തുറന്നു പറയണത്. ഏടത്തിമാർത്ത് പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാണ്. അത് മാത്രമല്ല ജീവൻ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അനുവിനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ. പിന്നെ ഈ കാര്യം നമ്മുടെ ബാലന്റെ ചെവിയിൽ പോകുന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, ബാലനും ഇതറിയൂ. ഇതിന്റെ പിന്നിൽ അലോകാന്ന് മനസ്സിലാവുന്നത്. ബാലനും ബാലന്റെ മക്കളും വെറുതെ ഇരിക്കില്ല, അലോകിനെ ചവിട്ടിക്കൂട്ടി കുപ്പിയിലാക്കും. അങ്ങനെ അലോകിന്റെ ഈ പ്ലാൻ 100% ഫ്ലോപ്പ് ആവും കേട്ടോ. പക്ഷെ വേറൊരു കാര്യം, അവസാനം അലോക് കണ്ടുപിടിക്കുന്ന പ്ലാനാണ് നമ്മുടെ അനുവിനെ തട്ടിക്കൊണ്ടുപോവുക. അതിലാണ് ശരിക്കും പറഞ്ഞാൽ തമിഴിൽ അലോക് വിജയിക്കുന്നത് കേട്ടോ. പക്ഷെ ഇതിൽ എങ്ങനെയാവുമെന്ന് അറിയില്ല. തമിഴ് ഇതുപോലെ തന്നെ അലോക് വിവാഹം കൊടുക്കാൻ പല പണികൾ നോക്കുന്നുണ്ട്. ഇങ്ങനെ കല്യാണ ചെക്കനെ വിളിക്കും, അത് പറയും ഇത് പറയും. പക്ഷെ ചെക്കനൊന്നും വിശ്വസിക്കില്ല. പക്ഷെ അവസാനം വിവാഹം മുടങ്ങും, അനുവിനെ തട്ടിക്കൊണ്ടുപോകും. സുകന്യം ഇതിന്റെ പുറകെ തന്നെയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.